എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇതേ പല്ലേക്കാൻ പോണേ കേട്ടോ. അതേ ബ്രഷൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അല്ല നമ്മുടെ ബ്രഷ് തന്നെ കേട്ടോ. ബ്രഷൊക്കെ സെറ്റാക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടൊന്ന് ബാഗൊക്കെ ഒന്ന് സെറ്റാക്കണം, എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ പല്ലൊക്കെ തേച്ച് ചെയ്യട്ടെ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂം സംവിധാനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ, കാരണം ഒരു ഇതുള്ളതുകൊണ്ട് വലിയ ഉപകാരമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ എനിക്കുൾപ്പെടെ എല്ലാവർക്കും വലിയ ഉപകാരമാണ്. കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ പമ്പിലേക്ക് വന്നിട്ട് കയറാം. അതാണ് ഇവിടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി നമ്മുടെ പവർ ബാങ്ക് എടുക്കാണ്ട് ഉള്ളിൽ പോയേക്കിന് സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കണ കുഴപ്പമില്ല. ആൾ പറഞ്ഞു ഇവിടെ സീനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ നമുക്ക് ചായ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം ചായ കുടിക്കാൻ. അപ്പോൾ ആളിത് പവർ ബാങ്ക് എടുത്ത് തന്നെ കേട്ടോ. ഹായ് ഹായ്. ഇവർ നമുക്ക് ചായ കൊണ്ടുവന്ന് തന്നിട്ടാ. ഹായ്, ബിസ്ക്കറ്റ്, ചായ. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ ഹായ്. അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാട്ടെ ഇവിടുന്ന്. പമ്പ കേട്ടോ. അതുപോലെ നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ട് കിടന്ന് വെച്ചാൽ, ഇതാണ് റോഡ് സൈഡാണ്, മെയിൻ ഹൈവേ ആണത്. അതിൻ്റെ ഒരു സൈഡിലാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് വിരിച്ച് സാധനമൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ, ആ റൂമിൻ്റെ ഉള്ളിലാണ് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് കിടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ബാഗും സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഇന്നലെ കിടന്നത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലാണ് കിടന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ബൈ ഇവിടെ ഉണ്ട്. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ആളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണേണ്ട. ഭയങ്കര സന്തോഷമായി. കാരണം പുള്ളി കുറേ നേരം നമ്മൾ സംസാരിക്കുകയും പുള്ളി ഇതേ പോകാൻ നേരത്തെ ഒരു ബിസ്ക്കറ്റൊക്കെ തന്നു വിട്ടിട്ടാ. ഭയ്യ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു, ഹാപ്പി ജേർണി. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പം ഇനി ആ പമ്പിൻ്റെ ആ ഒരു വെള്ളം നിറക്കണം. അവിടെ ചെന്നിട്ട് വെള്ളത്തിൻ്റെ ഇതിരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഇവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. ജായക ഓക്കെ. സത്യം പറഞ്ഞാൽ പുള്ളിക്കൊക്കെ ഒരു ചെറിയൊരു സങ്കടം പോലെ പോയിട്ടാ. കാരണം ഭയങ്കര സന്തോഷം ഇന്നലെയൊക്കെ. കാരണം ഞാൻ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പുള്ളിയുടെ നാട്ടിലെ വിശേഷം പറഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ ഉമ്മാനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇന്നലെ പുള്ളിക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉമ്മാനോട് കുറേ നേരം സംസാരിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഇത് കുഴപ്പമില്ല. ഹൈവേയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 7:15 പിന്നെ ഈ സമയത്ത് വെയിലൊന്നും ഇല്ലാണ്ട് അധികം. അത് കാരണം കുഴപ്പമില്ല. കാരണം ഇന്നലെ നമ്മൾ ഇറങ്ങിയ ടൈമിൽ ഞാൻ ഇന്നലെ എനിക്കൊന്നൊരു 6:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. 6:30-6:45 ആയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വെയിൽ വന്നു തോന്നുന്നു. ആ സമയത്ത് ഭയങ്കര ഇതാർന്നിട്ടാ. അപ്പം മുതൽ തുടങ്ങിയ വെയിൽ മനുഷ്യനെ ആകെ ഇടങ്ങേറായിക്കാതി. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇതാണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ചവിട്ടി പോവാം. അപ്പോൾ ഇനി ഇവിടുന്ന് അമ്പാല പോകാമെന്ന് വെച്ചിരിക്കുന്നത്. അമ്പാലയിലേക്ക് ഏകദേശം 40 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരെ ചണ്ഡീഗഡ് പോണ റൂട്ടിൽ വന്നപ്പോൾ ഇവിടെ ഗ്രേറ്റ് കാളിയുടെ ധാബ ഉണ്ട് കേട്ടോ. ഗ്രേറ്റ് കാളിയുടെ ധാബ പിന്നെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ എനിക്കൊന്നും ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ. സംഭവം കൊള്ളാട്ടെ. ഇവിടെ മറ്റേ ആ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ധാബയാണ് കേട്ടോ, ഒരു ധാബയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേറ്റ് കാളിയുടെ ഫോട്ടോ മറ്റേ കുറേയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ആ ബോക്സിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. കൊള്ളാട്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോകണോ ഈ കണ്ടൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. ബോക്സിങ്ങിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തോന്നുന്നു നൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും തോന്നുന്നുട്ടോ. പിന്നെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്, കടകൾ പോലെ ഉണ്ട് ഇവിടെ. ഇപ്പുറത്തുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, ആരെയും കണ്ടില്ല. അവിടെ അറ്റത്ത് ആരോ നിൽപ്പുണ്ട്, സ്റ്റാഫാണെന്ന് തോന്നട്ടെ അതിൻ്റെ. പിന്നെ നമ്മുടെ സൈക്കിള് ഇങ്ങനെ നമ്മൾ വന്ന വഴിക്കൊരു കൗതുകം കണ്ട്. അപ്പോൾ അങ്ങനെ കയറിയതാണ്. കൗതുകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രേറ്റ് കാളിയുടെ ഇത് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇത് പുള്ളിയുടെ തന്നെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിത് കണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇന്ന് ചിലപ്പോൾ അമ്പാലയിലേക്കും പോകണം, അല്ലെങ്കിൽ ചണ്ഡീഗഡ് എത്തുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഈ കുറച്ച് ആൾക്കാരെ കണ്ടേട്ടാ. ഹായ് ഭയ്യ. ഹായ്, आपका नाम?
Goldie. आपका? Okay, you are from? കുരുക്ഷേത്ര. അച്ഛാ, കുരുക്ഷേത്രയിലുള്ള ആൾക്കാരാട്ടാ. അപ്പം നമ്മൾ ഈ വഴി വന്ന വഴിക്ക് ഇവരെ കണ്ട, അപ്പം ഇവർ വണ്ടി ഒതുക്കിയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടാ. ഓക്കെ, താങ്ക് യു ഭയ്യ. താങ്ക് യു ബ്രോ. ഓക്കെ ഓക്കെ. അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ അവരടിപൊളി ആൾക്കാരായിരുന്നു. കാരണം നമ്മളോട് എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങൾ വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ അവിടുന്ന് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നിട്ട്, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടി നമ്മൾ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു തണലുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വന്ന് നിന്നതാണ്. അപ്പോൾ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നില്ല. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പയ്യെ പോകാമെന്ന് വെച്ച്. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ടയേർഡാണ്ട്, പെട്ടെന്ന് ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ പോണേക്ക് എവിടെ നിന്നും കഴിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു കട കണ്ടോ, ചെറിയൊരു പെട്ടിക്കടയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമല്ലാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പുള്ളി ഇരിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കണേ. അപ്പോൾ റൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ റൈസും പിന്നെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 50 രൂപ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. അപ്പോൾ അവിടെ കസേരയൊക്കെ സെറ്റ് ചെയ്യാണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം രാവിലെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഏകദേശം നമ്മൾ അധിക ദൂരം വന്ന്, പിന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നതിന് നമുക്ക് പണിയാവും. അപ്പോൾ എന്തായാലും റൈസ് ഉണ്ട്, റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ റൈസ് മതി, റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. പിന്നെ നമുക്ക് എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു അമ്പാല എത്തുമെന്ന് തോന്നണേന്ന്. ചണ്ഡീഗഡ് എനിക്ക് തോന്നുന്നു 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 100 ഇല്ലെന്ന് തോന്നുന്നു, 80-90 കിലോമീറ്റർ ഉള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഫുഡ് വരുമ്പോൾ ഫുഡ് കാണിച്ചു തരാം, എന്ത് ഫുഡാണെന്നുള്ള രീതിയിൽ. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫുഡ് വന്നിട്ടാ രാജ്മ ചാവൽ എന്നാണ് പറയുന്നത്. ഇതായത് ഈ പയറിനാണ് രാജ്മ എന്ന് പറയണം. പിന്നെ റൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പുള്ളിനോട് ലസ്സി പറഞ്ഞിട്ടുണ്ട്. ലസ്സി പറഞ്ഞാൽ അത് കുടിച്ച് നോക്കാം. ഇവിടുത്തെ ലസ്സി ഒന്ന് കുടിച്ച് നോക്കണ്ടെന്നാണ് പറഞ്ഞാൽ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ്ട കട. കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ലസ്സി വന്നിട്ടാണ്. അതാണ് ലസ്സി. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ കുറച്ച് കഴിച്ചിട്ടാ, നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ഫുഡാണ്ടോ. എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് കാണും. നല്ല വിശപ്പുണ്ട്. കാരണം വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. അതാണ് നല്ല വിശപ്പുണ്ടാവുക. വെയിലാട്ടാ. നമ്മിപ്പോൾ അവിടുന്ന് ഏകദേശം കുറച്ചങ്ങ് ദൂരം വന്ന്. അപ്പോൾ ഭയങ്കര വെയിൽ, എവിടേക്ക് കയറിയിരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തളർന്ന ആകെ ഒരു കണക്കായി. അപ്പോൾ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിലില്ല. അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ ഇവിടെ ഒരു തണലുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സൈക്കിൾ പാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ബാത്റൂമിലൊക്കെ പോയി ഇവിടെ ഇരിക്കണേ കുറച്ച് നേരം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആയി കണ്ട് ഇറങ്ങാലാന്ന് വെച്ചാൽ. കാരണം ഹെൽത്ത് ഭയങ്കര ഷോക്കാണ്. കാരണം ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്, നമുക്ക് പറ്റണില്ല. ഞാൻ ആലോചിക്കണാണ് വല്ല രാവിലെ വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇനി ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ചവിട്ടിയാലാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ രാത്രി ചവിട്ടിയാൽ നമുക്ക് കുറെ കാഴ്ചകളും നമുക്ക് മിസ്സാവും. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് ഇറങ്ങാലാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചേട്ടാ. ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞുണ്ട്. വെയിലില്ലെന്നല്ല, വെയിലുണ്ട്. പക്ഷേ എന്നാലും നേരത്തെ അത്രയും ഇല്ല. അപ്പൊ എന്തായാലും അത് കാരണം ഇറങ്ങിയതാണ്. പിന്നെ ഹെൽത്ത് കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ നേരെ നമ്മൾ പോകണേ കേട്ടോ. അങ്ങനെ ഹൈവേ കയറിയിട്ടാ നമ്മള്. കാരണം ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് പെട്രോൾ പമ്പ് വരുന്നത്. നമ്മൾ വന്ന വഴിക്ക് ഒരാളെ കണ്ടുപിടിച്ചിട്ടായി, സാഗർ എന്നാളെ വരും. അപ്പോൾ ഞാനിവിടെ കുറേ നേരം ഇരിക്കണേ, കാരണം ഒട്ടും പറ്റണില്ല, ഭയങ്കര ചൂടാണ്. ഞാൻ ഒരു കണക്കിന് ആ പമ്പിൽ നിന്ന് വന്ന് കുറച്ച് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു സ്ഥലം കിട്ടി അങ്ങനെ ഇരുന്നാണ്. അപ്പോൾ അത് നമ്മളെ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഒരു ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണുണ്ട്. അപ്പോൾ ആൾ നമ്മൾ വിളിച്ചതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ബ്രോ. അപ്പോൾ ഇവിടെ ഒരു ധാബയാണ് കേട്ടോ, അവിടെ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ട്രക്കുകളും ലോറികളൊക്കെ ഇവിടെ വന്ന് നിർത്തി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം. കുറേ നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകണം. ഒരു ധാബയുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രോ ഇവിടെ ഉണ്ട്. ഹേ ബ്രോ. അപ്പോൾ നമ്മളിവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുറച്ചൊരു കിടക്കനുണ്ട് അവിടെ, അപ്പുറത്തും ഇപ്പുറത്തേക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്, കാരണം ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്ന് നിർത്തിയാൽ പോകണം, കാരണം ഒട്ടും പറ്റില്ല. അതാണ് കാലാവസ്ഥ ഭയങ്കര മോശമാണ്. മഴ വന്നാലും വെയിൽ വന്നാലും ഭയങ്കര പണിയാണ്. അപ്പോൾ അത് ലാപ്ടോപ്പൊക്കെ എടുത്തുണ്ട്. ഈ വർക്കിംഗ് farmer. अच्छा, oh. My client is Kerala, Tamil Nadu. अच्छा. So this is a very activity. Oh. This is my medicine is going, but not received. You are in medical rep or some? The pharma. My company name is Rack of Healthcare Private Limited. Okay. You are medical rep. Yes. Okay. ആളൊരു മെഡിക്കൽ റബ്ബാണ്. അപ്പോൾ ആൾ വർക്കിൻ്റെ ടൈമിലാണ് നമ്മൾ കണ്ടുകൂട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നിരുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. എല്ലാവരും ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ രണ്ടുപേർക്ക് ചായ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നേക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടാ. ചപ്പാത്തി ഉണ്ട്, പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ട്, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട്. അപ്പോൾ ആ ബ്രോ കഴിക്കണില്ലെന്ന് പറഞ്ഞാൽ യു നോ ഈറ്റിങ്. അതപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഇടയിലാണ് ആൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാട്ടാ. ബ്രോ ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യണത് ഗോപ്രോയിലാണ്, കാരണം ഞാൻ ഇത്ര നേരം വ്ളോഗ് ചെയ്ത് ഫോണിലായിരുന്നു. അപ്പോൾ സെറ്റിങ്സ് എന്തോ കുറച്ചൊക്കെ മാറി കിടക്കണായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഗോപ്രോ അത് യൂസ് ചെയ്യാൻ എനിക്ക് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങുന്നതാണ്. സൈക്കിൾ ഞാൻ അവിടെ വെച്ചേക്കാം, ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇവിടെ സൈക്കിളേ റോഡ് സൈഡിൽ വയ്ക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇനി വല്ല വണ്ടി വന്ന് ഇടിച്ചാലാ. അപ്പോൾ അത് കാരണം ഞാൻ സൈക്കിൾ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച്. ബ്രോ താങ്ക് യു. ഓക്കെ. നമ്മുടെ ആ സൈക്കിൾ ഇവിടെ ഉണ്ട് വെച്ചേക്കണം. ഞാനിങ്ങനെ ചാടി കടന്നു പോയത്. അപ്പോൾ ആൾ പോണേന്ന് വർക്ക് കണ്ടിട്ട് ആൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വെയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര അപാര വെയിലാണ്. ബ്രോ ഓക്കെ, സി യു ആൻഡ് താങ്ക് യു. Okay, thank you. So I will call you in reaching Chandigarh. Okay, sure. Okay. ഇവിടെ വന്നോയ്ക്ക് 2 വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കണം. നോക്കി, എൻ്റെ പൊന്നെ നല്ല ഇടിയാണ്ട് ഇടിച്ചേക്കണം. നല്ല പണി കിട്ടിയിരുന്നുണ്ട്. എനിക്ക് തോന്നണേ ഇടിച്ച ആൾ എന്തായാലും നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇടിച്ച ആൾക്ക്. എൻ്റെ പൊന്നോ ഭയങ്കര സീനാണ്. ഈ റൂട്ടൊക്കെ ഭയങ്കര സീനാണ്, കാരണം മിക്ക ടൈമിലും മിക്ക സ്ഥലത്തൊക്കെ ആക്സിഡൻറ്റ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വന്നോടിക്ക് വേറൊരു വണ്ടിയും കൂടി ഇതേപോലെ കണ്ടായിരുന്നു കേട്ടോ. അതിനാണ് വീഡിയോ എടുക്കാനായിട്ടാണ്. അത് ഭയങ്കര സീനായി പോയത്. ഞാനിപ്പോൾ അമ്പാലയിലേക്ക് പോകണ വഴിക്ക് കുറച്ച് നേരം പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ ഫുഡ് കഴിക്കാൻ വിളിച്ചത്, കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നത്. അപ്പോൾ അവരോട് പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ വേറെ പാർസലാക്കാൻ പറഞ്ഞ് കുറച്ച് ഫുഡ് എടുക്കണേ. ഹായ് ബ്രോ, आपका नाम? Marsh. आपका? Raman. Okay. ഇദ്ദേഹം ഒരു ട്രാവലറാണ് അല്ലേ? യു ആർ ട്രാവലിംഗ്? ബൈക്ക് റൈഡർ. ബൈക്ക് റൈഡറാണ്. ഹായ്. അച്ഛാ പുള്ളിയുടെ കടയിൽ നിന്നാണ് എന്തോ സാധനം ഫുഡ് എന്തോ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവർ പാർസലാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, കേശു അപ്പോൾ എന്തായാലും ഞാനിവരോട് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ, കാരണം നമുക്കിപ്പോൾ ഒരാൾ ഫുഡ് മേടിച്ച് തന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ വേറൊന്നുമില്ല, അതിന് ക്യാരി ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഫുഡ് ഇപ്പം ഇനി എപ്പോഴാണ് കഴിക്കാമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ എന്തായാലും പാർസലാക്കി തന്നിട്ടുണ്ട് അവർ. നമുക്ക് എന്തായാലും പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കഴിക്കാം. അപ്പോൾ എന്തായാലും പോണ വഴി കാഴ്ചകളാ കാണാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, എന്നാലും നമ്മൾ മാക്സിമം ചവിട്ടി പോകണേന് മുന്നോട്ട്. എന്താവും അറിയില്ല. അപ്പോൾ എന്തായാലും പോണ വഴി കാണാം. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോണേട്ടാ. അവരെനിക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ ബ്രോ, കാരണം നമ്മളെ ഇനിയിപ്പോൾ അമ്പാലയിലേക്ക് പോകണേ. അമ്പാല ഏകദേശം 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അമ്പാല എത്തിയിട്ട് നമുക്ക് ക്യാമറയുടെ ഒരു സാധനം മേടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഹെൽമെറ്റിൽ നോക്കണ ഒരു മൗണ്ടാണ്, അത് പൊട്ടിപ്പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറാൻ വേണ്ടി നമ്മുടെ ഒരു ഷോർട്ട് കട്ട് എടുത്താണ്. ഷോർട്ട് കട്ടല്ല, നമ്മുടെ സർവീസ് റോഡ് എടുത്താണ്. അപ്പോൾ രണ്ടുപേരുണ്ട്. ഹായ് ബ്രോ. Nitin. അപ്പം ഇവർ ഹരിയാനയുള്ള ഉണ്ടാവും. എന്താ പറയുക,
അപ്പോൾ ഇവിടെ ഇങ്ങനെ വഴി വെച്ച് കണ്ടുപിട്ടി. അപ്പോൾ അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷം. ഹാപ്പി ബ്രോ ഹാപ്പി. ഒരാളും കൂടെ എടുത്താ അപ്പം നമുക്ക് അഭിഷേക് പുള്ളിയിൽ ഈ ജ്യൂസ് കടയിലുള്ള ആളുണ്ട്. അപ്പോൾ പുള്ളി അന്വേഷിച്ച് നമ്മളോട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ തന്നെ വേണ്ട, അപ്പം ഞാൻ ഒരു ബാത്റൂം പോകേണ്ടി എന്താ മലയാളം ओके थैंक यू थैंक यू ब्लॉग आएगा ब्लॉग आएगा वो चैनल में आएगा आप ये वाला ठीक हम देखेंगे ഓക്കെ ഓക്കെ सी यू നമ്മൾ വന്നൊഴിക്ക് കണ്ടാട്ടോ. കാരണം ഹിന്ദിയിൽ കുറച്ച് സംസാരിച്ചു, കുറച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ സംസാരിച്ച് ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ യാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഈ പുള്ളി എന്നോട് കുറേ നേരം പറഞ്ഞ് ജ്യൂസ് കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പമ്പിൽ കയറാൻ, എനിക്കൊരു ബാത്റൂമിൽ കയറാണ്ട്. അപ്പോൾ കുറച്ചിൻ്റെ എന്തോ ഫുഡിൻ്റെ എന്തോ പണി കിട്ടി. അപ്പോൾ അത് കാരണം ഞാനപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് എനിക്കൊരു ഫുഡ് തന്നായിരുന്നു. നമുക്ക് കുറച്ച് 2 പേരിന് നമുക്ക് ഫുഡ് തന്നായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫുഡ് കഴിക്കാനുള്ള കാരണം വയറ് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ 2-3 തവണ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത്, എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. അപ്പോൾ മെഡിസിൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിച്ച് അപ്പോൾ എന്തായാലും ഇനി ഒന്നുകൂടെ കഴിക്കേണ്ടി വരും. രാത്രി എന്തായാലും കഴിക്കണം. അപ്പോൾ അത് കാരണം ഈ ഫുഡ് ഞാൻ കഴിക്കാനുള്ള, ഇനി വയറിനെ പിടിച്ചില്ലെങ്കിലാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടോയ്ലറ്റിൽ കയറണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പമ്പിൽ റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ച്. നമ്മളപ്പോൾ ഉള്ളത് അംബാലയിലാണ്. ഇപ്പുറത്ത് കാണുന്നത് അംബാല റെയിൽവേ സ്റ്റേഷനാണ്, ഈ മദലിൽ ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അംബാല എത്തി. അപ്പോൾ ഏകദേശം ടൈം ഇരുത്തി തുടങ്ങിയിട്ട് ഇവിടെ ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്ക് കൂടി ഇങ്ങനെ ഇവിടെയൊക്കെ. അപ്പോൾ പുള്ളി ഇവിടെ പോത്ത് നോക്കാനും ഇതാണ്ട് അംബാല റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ഇത് നോക്കാനുണ്ട്. അതായത് നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അംബാലയിൽ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് എന്നോട് 2 പേര് പറഞ്ഞത്. ചണ്ഡീഗഡ് കിട്ടുമെന്ന് പറഞ്ഞ്. നമ്മൾ എങ്ങനെയെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ച് നോക്കാം, കിട്ടുവാന്ന് നോക്കട്ടെ ആദ്യം. നമുക്കങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയിട്ടാ. അത് കാരണം ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അംബാലയിലാണ്, അതായത് പഞ്ചാബിലേക്ക് പോണ റൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് വന്നത്. നമ്മുടെ സൈക്കിളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചോ, അല്ലെങ്കിൽ അവിടെ ആ JCB കിടക്കണതിൻ്റെ പുറകിൽ സ്ഥലമുണ്ട്, ആ പുല്ലിൽ അവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ അടിക്കാമെന്ന് വെച്ചു, കാരണം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം പക്ഷേ ഇപ്പോൾ ഒരു മഴക്കാറ് എന്തുകൊണ്ടെന്ന് തോന്നുന്നു, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വെച്ച്. ഇതാണ് കേട്ടോ പെട്രോൾ പമ്പ്. പിന്നെ അതുപോലെ ഞാനിവിടെ അടുത്തൊരു ഗുരുദ്വാറുണ്ട്, അവിടെ പോയാണ് ഫുഡ് കഴിച്ചത്. അവിടെ കിടക്കാലാന്ന് വെച്ചപ്പോൾ അവിടെ പൈസയുടെ എന്തോ കേസ് പറഞ്ഞു. പിന്നെ അത് കാരണം പിന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് പമ്പിൽ. അപ്പോൾ അവർ വെള്ളത്തിൻ്റെ മറ്റേ കൂളർ എവിടെയെന്ന് ചോദിച്ചാൽ, അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ അവർ അവിടെ വണ്ടി വെച്ച്. അപ്പോൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ച് നമ്മൾ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് വല്ലാത്തൊരു ശോകാവസ്ഥയായിരുന്നു. കാരണം ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇന്ന് അധികം സൈക്കിൾ ചവിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്ര നാൾ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കാരണം അന്ന് റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ അധികം സൈക്കിൾ ചവിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ട്രെയിനാണ് ഡൽഹിയിലേക്ക് വന്നത്. അപ്പോൾ ആ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഫുഡും പിന്നെ അല്ലാണ്ട് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം കൂടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്ന ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നാളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു റൈഡ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ വോയിസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, അത് നിങ്ങളൊന്ന് സഹിക്കുക. കാരണം വേറൊരു വഴിയില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ മൈക്കില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്കത് ഇനി അടുത്ത വീഡിയോയിൽ റെഡിയാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു മൈക്ക് മേടിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.